നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. RLV രാമകൃഷ്ണന് ഐക്യദാർഢ്യം. കരുനാഗപ്പള്ളിയിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സാംസ്കാരിക പ്രതിരോധം. മോഹിനിയാട്ടം അവതരിപ്പിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒരു കുടുംബം അഴിമതി നടത്തി കേരളം കുളം തോണ്ടുകയാണെന്ന് കൊല്ലം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാർ. NDAയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ് മത്സരം. തമ്മിൽ മത്സരിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും കൃഷ്ണകുമാർ. താമസമില്ലാത്ത വീട് സാമൂഹിക വിരുദ്ധർ താവളമാക്കുന്നതായി പരാതി. അഞ്ചൽ ചന്തയ്ക്ക് സമീപത്തെ വീടാണ് സാമൂഹ്യ വിരുദ്ധ സംഘം താവളമാക്കിയിട്ടുള്ളത്. വിശദമായ വാർത്തകളിലേക്ക്. RLV രാമകൃഷ്ണന് ഐക്യദാർഢ്യവുമായി കരുനാഗപ്പള്ളിയിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക പ്രതിരോധം സംഘടിപ്പിച്ചു. മോഹിനിയാട്ടം അവതരിപ്പിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബാലസംഘം മുൻ ഏരിയ പ്രസിഡന്റും നൃത്തകലാകാരിയുമായ നന്മ ജയകുമാറാണ് മോഹിനിയാട്ടം അവതരിപ്പിച്ചത്. കലാമണ്ഡലം സത്യഭാമയാണ് RLV രാമകൃഷ്ണന്റെ പേരെടുത്തു പറയാതെ വർണ്ണവെറി പ്രസ്താവന നടത്തിയത്. ഇത് കലാകേരളത്തെ വലിയ തോതിൽ വേദനിപ്പിച്ചു. സത്യഭാമയ്ക്കെതിരെ കേസെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരോഗമന കലാസാഹിത്യ സംഘം കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബീന സജീവ് കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പ്രതിരോധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിക്കാത്ത തരത്തിലുള്ള ഏറെ അപലപിക്കപ്പെടേണ്ട ഒരു പരാമർശമാണ് കലാമണ്ഡലം സത്യഭാമ എന്ന് അറിയപ്പെടുന്ന. അവർ കലാമണ്ഡലം എന്ന പേരിനെ ദുരുപയോഗം ചെയ്യുകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ മോഹിനിയാട്ടത്തിന് മഹത്തായ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ്. ആ പേരിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഈ കലാമണ്ഡലം സത്യഭാമ ഏറെ ആദരണീയനായ മാതൃകാപരമായി തന്നെ മോഹിനിയാട്ടത്തിന് മഹത്തായ സംഭാവനകൾ നൽകുന്ന ഡോക്ടർ RLV രാമകൃഷ്ണൻ ഏറെ അധിക്ഷേപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കേരളം അടുത്ത ദിവസങ്ങൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഈ കാര്യം തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. C. വിജയൻപിള്ള അധ്യക്ഷനായിരുന്നു. അനിൽ R. പാലവിള സ്വാഗതം പറഞ്ഞു. VP ജയപ്രകാശ് മേനോൻ, R. രവീന്ദ്രൻപിള്ള, അനന്തൻപിള്ള, ഷീല ജഗധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ മലയാളം ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. കോളേജ് മാനേജർ ഡോക്ടർ അഭിലാഷ് ഗ്രിഗറി മലയാളം ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാത്തിമ മാതാ നാഷണൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധ്യ കാതറിൻ മൈക്കിളിന്റെ അധ്യക്ഷതയിലാണ് മലയാളം ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നത്. ഫാത്തിമ മാതാ നാഷണൽ കോളേജ് മാനേജർ ഫാദർ ഡോക്ടർ അഭിലാഷ് ഗ്രിഗറി മലയാള ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പല കാര്യങ്ങളെയും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുന്നതിനും നമ്മുടെ മനസ്സിലേക്ക് പകരുന്നതിനും ഗവേഷണ പ്രബന്ധങ്ങൾക്ക് സാധിക്കും. നൈമിഷികമായ ഇന്ദ്രിയാസക്തിയേക്കാൾ പ്രാധാന്യം ബൗദ്ധിക ചോദനകൾക്കാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പ്രശസ്ത നോവലിസ്റ്റ് VJ ജെയിംസ് അഭിപ്രായപ്പെട്ടു. അമ്മ മലയാളം അല്ലേ, അച്ഛൻ മലയാളം, അമ്മ മലയാളം. ഇന്നലെ നമ്മൾ കുട്ടിയായി തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കഴിക്കുന്ന ഭക്ഷണം എന്താണ്? അമ്മയുടെ മുലപ്പാലാണ്. സ്നിഗ്ധം മധുരമായ ഏറ്റവും പോഷക സമ്പുഷ്ടമായ നമ്മുടെ ഒരു ജീവിതത്തെ മുഴുവൻ ആരോഗ്യപ്രദമാക്കുന്നതിനുള്ള മലയാള ഗവേഷണ കേന്ദ്ര വകുപ്പ് മേധാവി ഡോക്ടർ പട്രീഷ്യ ജോൺ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷെല്ലി MR, ഡോക്ടർ ബിയാട്രീസ് അലക്സിസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം ന്യൂസ്. കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പോരുവഴി പരവട്ടം മഹാത്മാ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ക്ലാസ് നടത്തിയത്. പോരുവഴി പരവട്ടം മഹാത്മാ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ്. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S. ഷീജ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10-22 വർഷക്കാലം കൊണ്ട് നമ്മുടെ പോരുവഴി വടക്കേമുറി കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബാണ്. 40 യുവാക്കളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. അതിപ്പോഴും ഇങ്ങനെ മനസ്സുകളും തുടർന്നുകൊണ്ട് പോകുന്നു. നമ്മുടെ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടുന്ന എല്ലാവരെയും ഒരു കൈത്താങ്ങായിട്ട് കൈപിടിച്ച് ഉയർത്തുന്നതിൽ മഹാത്മാ നല്ലൊരു പങ്കാണ് വഹിക്കുന്നത്.
പോരുവഴി PHC ഹെൽത്ത് ഇൻസ്പെക്ടർ ബേബിക്കുട്ടി യോഹന്നാൻ ക്ലാസ് നയിച്ചു. JH അനിത, മഹാത്മാ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ബാലചന്ദ്രൻ പിള്ള, സെക്രട്ടറി മനീഷ് മാധവൻ, സനോബർ, അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെയാണ് കമത്താനും ഒക്കെ നമ്മുടെ പരിസരത്തുണ്ടാകുന്ന അറിയാവോ? തലയാട്ടിയല്ലോ, എന്തോ ചെയ്യുന്നേ പറഞ്ഞേ? എന്തോ മാത്രമാ. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ഒരു കുടുംബം അഴിമതി നടത്തി കേരളം കുളം തോണ്ടുകയാണെന്ന് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാർ. ഇവിടെ NDA മുന്നണിയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ് മത്സരം. പ്രേമചന്ദ്രനും മുകേഷും മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ്. തമ്മിൽ മത്സരിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് കൃഷ്ണകുമാർ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്രത്തിൽ NDA സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പാണ്. 400 സീറ്റിന് മുകളിൽ ലഭിക്കുമോ എന്ന് മാത്രമാണ് എതിരാളികൾക്ക് പോലും സംശയമുള്ളത്. പതിറ്റാണ്ടുകളായി ഒരു വികസനവും എത്താത്ത ജില്ലയിൽ നരേന്ദ്രമോദി സർക്കാരാണ് വികസനം കൊണ്ടുവന്നത്. ഒരു നാണവുമില്ലാതെ ഇതിൽ അവകാശവാദം ഉന്നയിക്കുക മാത്രമാണ് NK പ്രേമചന്ദ്രൻ ചെയ്യുന്നത്. നമ്മൾ കാണുന്നതല്ലേ, സത്യാവസ്ഥ അതല്ലേ. അതിവിടെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റോഡ് കന്യാകുമാരിയിൽ നിന്ന് പൻവേൽ വരെ കേന്ദ്രത്തിൻ്റെ സാഗർമാല പദ്ധതിയിൽ വരുന്നതാണ്. സാഗർമാലയല്ല, ഭാരത്മാല പദ്ധതി. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ശശി തരൂർ പറയുന്നു ഞാനാണ് തിരുവനന്തപുരത്ത് റോഡ് കെട്ടിയത്, അടൂർ പ്രകാശ് പറയുന്ന ആറ്റിങ്ങലിൽ പുള്ളിയാണ്, ഇവിടെ ഒരാൾ പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ തുണ്ടായിട്ടാണെങ്കിൽ നല്ല പരിപാടിയാണല്ലോ, റോഡ് ഒരിക്കലും തീരത്തില്ല. ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതി, അത് മാത്രവുമല്ല ഇതിൻ്റെ പണവും എല്ലാം കേന്ദ്രം തന്നെയാണ്. നമ്മളത് ഞാനൊരു വീഡിയോ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീ നിതിൻ ഗഡ്കരി പറയുന്നുണ്ട്, കേരളത്തിൽ 1 കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കാൻ 100 കോടി രൂപയാണ്. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ 1 രൂപ പോലും ഇല്ല. അതിന് റെക്കോർഡുണ്ട് പാർലമെൻറ്റിൽ, ഞാൻ പറയുന്നതല്ല. അതുകൊണ്ട് വികസനം ആര് ചെയ്യുന്നെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും എപ്പോഴും കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന തലമുറ, അതായത് ഇവിടുത്തെ യുവാക്കൾ എന്ന് പറയും. നമ്മൾ ഒരു കാലത്ത് യുവാക്കളായിരുന്നു, വളരെയധികം സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ചതാണ്. നമ്മുടെ സ്വപ്നങ്ങൾ ഒന്നും നടക്കാതെ പോയി. അപ്പോൾ ഈ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അപ്പം നമ്മളൊരു ദീർഘവീക്ഷണത്തോടെ വേണം ചെയ്യാൻ. ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി വീണ്ടും അദ്ദേഹത്തിലോട്ട് വരാൻ കാര്യം, നമ്മുടെ രാജ്യത്ത് പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ സുഖിച്ച് ജീവിച്ചവരാണ്. ആദ്യമായിട്ട് നമ്മൾ പലതും കാണുകയാണ്. ഇപ്പോൾ റോഡായിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷൻ, ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എല്ലാവർക്കും അറിയാം, 388 കോടി രൂപ മുതൽ മുടക്കുള്ള ഒരു പുത്തൻ വികസിത റെയിൽവേ സ്റ്റേഷൻ വരാൻ പോവുക. അപ്പോഴും ഇവിടുത്തെ MP പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ MP ഫണ്ടിൽ നിന്നാണ്. എല്ലാവർക്കും അറിയാം, ഒരു MPക്ക് ഒരു കൊല്ലത്തിൽ 5 കോടി രൂപയേ ഉള്ളൂ MP ഫണ്ട്. അപ്പോൾ ഈ 383 കോടി എവിടെ നിന്ന് ചിലവാക്കുന്നു? വളരെ സിമ്പിളായ കാര്യങ്ങളാണ്, അധികം നമ്മൾ ചിന്തിക്കൊന്നും വേണ്ട. ഇതുപോലെ ഏത് മേഖലയിലും നമുക്ക് വികസനം കൊണ്ടുവരണമെന്ന് പറയാൻ കാര്യം, എൻ്റെ അച്ഛനമ്മ അവരെല്ലാം ഭൂമിയിൽ നിന്ന് കടന്നുപോയി, ഒന്നും അനുഭവിക്കാൻ പറ്റാതെ നരകം അനുഭവിച്ചിട്ടാണ് പോയത്. ഇപ്പം നമ്മൾ ഇവിടെ ദുരിതം അനുഭവിക്കുകയാണ് ഈ ഇടതുമുന്നണിയുടെ ഭരണത്തിൽ. അപ്പോൾ ഇതിൽ നിന്നൊരു മോചനം എങ്ങനെയാണ്? വളരെ സിമ്പിൾ. യുവാക്കൾക്ക് നല്ല തൊഴിലും നല്ല എല്ലാ അവസരങ്ങളും ഇവിടെ കൊടുക്കണം. ഇതെന്ത് പറ്റുന്നു? ഇവിടെ ഒന്നും കിട്ടാതെ ഇവിടെ നിന്ന് യുവാക്കൾ മുഴുവൻ കടന്നു പോകും നമ്മുടെ രാജ്യത്തു നിന്ന്. അപ്പോൾ അവരെ പിടിച്ചു നിർത്താൻ എന്തൊക്കെയാണ് അവരുടെ ആവശ്യം? യുവാക്കളുമായി നമ്മളൊരു ഇൻട്രാക്ഷൻ നടത്തണം. ഓരോ ഗ്രൂപ്പിനോട് ചോദിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. കാരണം നമ്മൾ അത് കടന്നു വന്നിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ നിയോജക മണ്ഡലത്തിൽ വികസനം എത്തിക്കാൻ സാധിക്കാത്ത MLA ആണ് മുകേഷ് എന്നും കൃഷ്ണകുമാർ പറഞ്ഞു. തൻ്റെ പ്രചരണത്തിനായി പ്രധാനമന്ത്രി കൊല്ലത്തെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നടൻ ഇന്നസെന്റിന്റെ ഓർമ്മദിനത്തിൽ കിടപ്പ് രോഗികളെ സന്ദർശിച്ച് പാലിയേറ്റീവ് പ്രവർത്തകർ. ഓച്ചിറ മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലായിരുന്നു പാലിയേറ്റീവ് രോഗികളെ സന്ദർശിച്ചത്. നടൻ ഇന്നസെന്റിന്റെ ഓർമ്മദിനത്തിലാണ് മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികളെ സന്ദർശിച്ചത്. മദർ തെരേസ പാലിയേറ്റീവ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്നസെന്റ് ആയിരുന്നു. ഇതോടനുബന്ധിച്ച് നടത്തിയ അനുസ്മരണം പാലിയേറ്റീവ് ചെയർമാൻ PB സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു. ഈ മദർ തെരേസ പാലിയേറ്റീവ് കെയറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ഞങ്ങൾക്കും ഈ നാടിനും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു, പ്രിയപ്പെട്ട മഹാനടനായിരുന്നു സഹായി ഇന്നസെന്റിന്റെ 1ാം ചരമവാർഷികം. ഇന്നസെന്റ് അവസാന നാളുകളിൽ പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മകനെയും ഭാര്യയും വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മരണാനന്തര ചടങ്ങിന് ശേഷം വാർഷികം ആഘോഷിക്കുകയാണെങ്കിൽ ഇത് പാവപ്പെട്ട രോഗികൾക്കായി അതിന് ചിലവാകുന്ന പണം അത്രയും നീക്കിവെക്കണം എന്ന ഒരു നല്ല സന്ദേശമാണ് ഇന്നസെന്റ് വീടിന് കൊടുത്തത്. ഡോക്ടർ ജിനു മഹേന്ദ്രൻ, സന്തോഷ് സ്നേഹ, ബാബു കൊപ്പാറ, അജിത, ദൃശ്യ, കിഷോർ തുടങ്ങിയവർ മെഡിക്കൽ സംഘത്തോടൊപ്പം കിടപ്പ് രോഗികളെ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ശാസ്താംകോട്ട മനോവികാസ് സ്പെഷ്യൽ സ്കൂൾ വാർഷികം നടത്തി. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കാപെക്സ് ചെയർമാൻ M. ശിവശങ്കരപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്താംകോട്ട മനോവികാസ് സ്പെഷ്യൽ സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കാപെക്സ് ചെയർമാൻ M. ശിവശങ്കരപിള്ള നിർവഹിച്ചു. കുട്ടികളിൽ പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന അവർ
ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഈ മനോവികാസ്. അതിന്റെ പേര് കൊണ്ട് തന്നെ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വളരെ വ്യക്തമാണ്. വളരെ അർത്ഥവ്യാപ്തിയുള്ള എന്താണ് മനോവികാസം എന്നുള്ളത് ആരോടും ചോദിക്കാതെ തന്നെ പേരിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പേരായിട്ടാണ് എപ്പോഴും എനിക്ക് മനോവികാസിനെ തോന്നിയിട്ടുള്ളത്. പള്ളിശ്ശേരിക്കൽ വിദ്യാധിരാജ LP സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. അതിനു മുമ്പായി തന്നെ നിങ്ങൾ ഈ കാണുന്ന ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന 28 സെന്റ് സ്ഥലം മനോവികാസിന്റെ പേരിൽ മേടിച്ചു. പണം എവിടെ നിന്നു എന്ന് ചോദിച്ചാൽ പണം കിട്ടി. ആ പണം ഉപയോഗിച്ച് നമ്മൾ മേടിച്ചു. അത് മനോവികാസിന്റെ പേരിലാണ് മേടിച്ചത്, മറ്റാരും പേരിലല്ല, എന്റെ പേരിലല്ല, ഞാനാണ് മേടിച്ചത്. D ജേക്കബ്, ഷാനവാസ്, അഡ്വക്കേറ്റ് ഷാനവാസ് കുറ്റിയിൽ, സുരേഷ് കുമാർ, S സജിത, ബാലചന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. താമസമില്ലാത്ത വ്യക്തിയുടെ വീട് സാമൂഹ്യവിരുദ്ധർ താവളമാക്കുന്നതായി പരാതി. അഞ്ചൽ ചന്തയ്ക്ക് സമീപത്തെ വിനോദിന്റെ വീടാണ് സാമൂഹ്യവിരുദ്ധ സംഘം താവളമാക്കിയിരിക്കുന്നത്. വിനോദിന്റെ വീടിന്റെ മുൻവശത്തെ റോഡിൽ മാസങ്ങൾക്ക് മുമ്പ് ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൊലപാതകമായിരുന്നുവെന്ന് തെളിയുകയും സംഭവത്തിൽ ഒരാളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇയാൾ നിലവിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ഈ വീടിന്റെ മുറ്റത്തും സിറ്റൌട്ടിലും സാമൂഹിക വിരുദ്ധർ ഒത്തുകൂടി മദ്യപിക്കുകയും പണം വെച്ച് ചീട്ട് കളിക്കുകയും പിന്നീട് വാക്കേറ്റമുണ്ടാവുകയും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്യുന്നത് പതിവ് സംഭവമാണെന്ന് സമീപത്തെ വ്യാപാരികൾ പറയുന്നുണ്ടെങ്കിലും സാമൂഹിക വിരുദ്ധരെ ഭയന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ ആരും തയ്യാറായില്ല. കഴിഞ്ഞ രാത്രി ഇവിടെ ഇരുന്ന് മദ്യപിച്ച് തമ്മിൽ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് വീടിന്റെ സിറ്റൌട്ടിലും മുറ്റത്തും റോഡിലും രക്തം വാർന്നു കിടക്കുന്നതും കാണാം. പോലീസ് അടിയന്തരമായി ഇടപെട്ട് ഇവിടെ തമ്പടിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ അമർച്ച ചെയ്യാൻ നടപടിയെടുത്തില്ലെങ്കിൽ വീണ്ടും ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും മറ്റോ തുടർക്കഥയാകാമെന്നാണ് നാട്ടുകാർ ഭയക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം റോഡ് ഷോയിലൂടെ ആരംഭിച്ചു. കൊട്ടിയത്ത് നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. റോഡ് ഷോയിൽ 100 കണക്കിന് പ്രവർത്തകർ ഇരുചക്ര വാഹനങ്ങളിൽ അണിനിരന്നു. 8 മണിയോടെയാണ് റോഡ് ഷോ സമാപിച്ചത്. ഉമയനെല്ലൂർ, പള്ളിമുക്ക്, മാടന്നട, ചിന്നക്കട എന്നിവിടങ്ങളിൽ വാഹനം നിർത്തിയാണ് ഷോ മുന്നോട്ട് നീങ്ങിയത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസനത്തിന് ജനങ്ങൾ നൽകുന്ന പിന്തുണയുടെ തെളിവാണ് റോഡ് ഷോയിൽ തനിക്ക് ലഭിച്ചതെന്ന് സമാപന യോഗത്തിൽ കൃഷ്ണകുമാർ പറഞ്ഞു. ഇരുമുന്നണികളും വഞ്ചിച്ച ജനതയുടെ മോചനത്തിനു വേണ്ടി വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, എങ്ങനെ തുടങ്ങണം, എന്ത് പറയണമെന്ന്. പക്ഷേ ജനലക്ഷങ്ങളെ മുന്നിൽ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ ഒരു വലിയ പ്രകടനം നടത്തിയത്. സംഘ സഹോദരങ്ങളെ, പാർട്ടി സഹോദരങ്ങളെ, നന്ദി പറയാൻ വാക്കുകളില്ല. കാരണം ഈ ജനലക്ഷങ്ങളുടെ തെളിവ് എന്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെ വികസനത്തിന്റെ തെളിവാണ് നമ്മൾ ഈ കാണുന്നത്. കാരണം പതിറ്റാണ്ടുകളായിട്ട് യാതൊരു വികസനമില്ലാതെ, എന്നാൽ ഒരു നാണവുമില്ലാതെ നരേന്ദ്രമോദി കൊണ്ടുവരുന്ന വികസനത്തിന് അവകാശം ഉന്നയിച്ചുകൊണ്ട് ഒരു MP-യും രാവിലെയാണെങ്കിൽ 1 കിലോ കേത്തറി, രാത്രിയാണെങ്കിൽ 1 കിലോ അല്ല 5-6 കിലോ കേത്തറി തരുന്ന ഒരു MLA-യുമാണ് ഈ കൊല്ലത്തുള്ളത്. നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞ തലമുറ, എന്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ തലമുറ ഒരു വികസനമോ നന്മയോ കാണാതെ കടന്നുപോയി. നമ്മൾ ഇന്ന് ഉത്സവം നടക്കുന്ന ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തിൽ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ദർശനം നടത്തി. റോഡ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ചാത്തന്നൂർ ഭൂതനാഥ ക്ഷേത്രവും സന്ദർശിച്ചിരുന്നു. കൊല്ലം ലോക്സഭാ മണ്ഡലം ഇൻചാർജ് K സോമൻ, ചെയർമാൻ BB ഗോപകുമാർ, BJP ജില്ലാ സെക്രട്ടറി പ്രശാന്ത്, ദേശീയ കൗൺസിൽ അംഗം MS ശ്യാംകുമാർ, വൈസ് പ്രസിഡന്റുമാരായ സുരേന്ദ്രനാഥ്, B ശ്രീകുമാർ, ശശികല റാവു, സെക്രട്ടറി മോൻസിദാസ്, ജനറൽ സെക്രട്ടറി മോനിഷ തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വള്ളികുന്നം മണക്കാട്ട് തണ്ണിക്കര ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം സമാപിച്ചു. ഇതോടനുബന്ധിച്ച് കെട്ടുകാഴ്ച, ഗ്രാമപ്രദക്ഷിണം എന്നിവയും നടത്തി. താലപ്പൊലി ഘോഷയാത്രയും നടന്നു. വള്ളികുന്നം മണക്കാട് തണ്ണിക്കര ഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്രം തിരുനാൾ മഹോത്സവം സമാപിച്ചു. ഇതിന്റെ ഭാഗമായി താലപ്പൊലി ഘോഷയാത്ര നടത്തി. നന്ദികേശ രൂപങ്ങളുടെ കെട്ടുകാഴ്ചയും ശിങ്കാരിമേളവും ഉണ്ടായിരുന്നു.
തന്ത്രി അജിത് നമ്പൂതിരിയുടെയും മേൽശാന്തി മനുവിന്റെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. കരുനാഗപ്പള്ളി പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ കാപ്പുകെട്ട് മഹോത്സവം നടത്തി. തൃക്കാപ്പെഴുന്നള്ളത്തും നടന്നു. തന്ത്രി പുറപ്പേരിലം വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാപ്പുകെട്ട് മഹോത്സവം നടന്നു. ഇതിന്റെ ഭാഗമായി തൃക്കാപ്പ് എഴുന്നള്ളിപ്പ് നടത്തി. താലപ്പൊലി, മേളം എന്നിവയുടെ അകമ്പടിയോടെ പുത്തൻവീട്ടിൽ കുടുംബത്തിൽ നിന്നുമാണ് തൃക്കാപ്പ് എഴുന്നള്ളത്ത് ആരംഭിച്ചത്. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു തൃക്കാപ്പുകെട്ട്. പുറപ്പേരിലം വാസുദേവൻ നമ്പൂതിരി കാപ്പുകെട്ടിന് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കുത്തിയോട്ട ചുവടും പാട്ടും തോറ്റം പാട്ട് എന്നിവ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. RLV രാമകൃഷ്ണന് ഐക്യദാർഢ്യം. കരുനാഗപ്പള്ളിയിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സാംസ്കാരിക പ്രതിരോധം. മോഹിനിയാട്ടം അവതരിപ്പിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഒരു കുടുംബം അഴിമതി നടത്തി കേരളം കുളം തോണ്ടുകയാണെന്ന് കൊല്ലം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ. NDAയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ് മത്സരം. തമ്മിൽ മത്സരിക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും കൃഷ്ണകുമാർ. താമസമില്ലാത്ത വീട് സാമൂഹിക വിരുദ്ധർ താവളമാക്കുന്നതായി പരാതി. അഞ്ചൽ ചന്തയ്ക്ക് സമീപത്തെ വീടാണ് സാമൂഹ്യ വിരുദ്ധ സംഘം താവളമാക്കിയിട്ടുള്ളത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.